പക്ഷേ ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധി +1 വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. +2 ഫലം വന്ന് ഡിഗ്രി പ്രവേശനം കാത്തിരിക്കുന്നവരുടെ അവസ്ഥയും ദയനീയമാണ്. 2 അലോട്ട്മെന്റുകൾ കഴിഞ്ഞിട്ടും പ്രവേശനം കിട്ടാതെ നിരവധി പേർ ഇപ്പോഴും പുറത്താണ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ 58,000 വിദ്യാർത്ഥികൾക്കെങ്കിലും സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഗവൺമെന്റ് കോളേജുകളിൽ വിവിധ ബിരുദ കോഴ്സുകൾക്കായി ആകെയുള്ളത് 10,200 സീറ്റുകൾ. എയ്ഡഡ് മേഖലയിലെ 22,200 സീറ്റുകൾ കൂടി കൂട്ടുമ്പോൾ ആകെ 32,400 സീറ്റുകളുണ്ടാവും. എന്നാൽ ഇത്തവണ 91,000 വിദ്യാർത്ഥികളാണ് കാലിക്കറ്റിന് കീഴിലെ ആകെ ഡിഗ്രി അപേക്ഷകർ. അതായത് 58,600 പേർ സീറ്റ് കിട്ടാതെ പുറത്താവുമെന്നതാണ് യാഥാർത്ഥ്യം. +2-ന് 80% മാർക്ക് കിട്ടിയ ആദിലിന് 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റില്ല. നിലവിൽ 80% മാർക്കുണ്ട്. ഞാൻ സോഷ്യോളജിയും ഹിസ്റ്ററിക്കും ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടണം എന്നുള്ള സബ്ജക്റ്റ് അതായിരുന്നു. ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ ഒരു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഹിസ്റ്ററിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടും BA ഹിസ്റ്ററിക്ക് ഇതിലായിട്ട് ഒരു സീറ്റ് കിട്ടിയിട്ടില്ല. സ്വാശ്രയ കോളേജുകളിൽ മെറിറ്റ് സീറ്റുകൾ കിട്ടിയാൽ പോലും ആയിരക്കണക്കിന് രൂപ ഫീസ് ഇനത്തിൽ നൽകണം. അതുകൊണ്ട് തന്നെ സ്വാശ്രയ കോളേജുകളിൽ എല്ലാ വർഷവും സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതും പതിവാണ്. ഈ അധ്യയന വർഷം മുതൽ സ്വാശ്രയ കോളേജുകളിൽ 12% ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ വന്ന ആപ്ലിക്കേഷൻ 91,000 ആപ്ലിക്കേഷൻ. അവൈലബിളായ സീറ്റുകളാണ് 32,400 സീറ്റുകൾ മാത്രം. എന്ന് വെച്ചാൽ പകുതിയിലധികം വിദ്യാർത്ഥികൾ ഇനിയും പുറത്താണ്. അവർക്ക് ആകെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ പഠിക്കുക, അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസ പഠനം നടത്തുക എന്നതാണ്. സെൽഫ് ഫൈനാൻസ് കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു സെമസ്റ്ററിന് 10,000 രൂപയുടെ മുകളിൽ വരും. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് ഓർഡർ വന്നു 12% ഫീസ് വർധനവ്. മലബാറിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തുടർ പഠനം സാധ്യമല്ലാത്ത വിധം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നു. വിദൂര വിദ്യാഭ്യാസ വിഭാഗം കാലിക്കറ്റിൽ നിന്ന് എടുത്തുകളഞ്ഞ് ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴിയാക്കിയതും പ്രയാസമായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കഴിഞ്ഞ വർഷം മാത്രം വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ കാലിക്കറ്റിൽ 18,000-ഓളം വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.